ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ല വറുത്ത പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇത് നമ്മൾ പത്തിരിക്ക് കുഴയ്ക്കുന്ന പോലെ അത്ര ടൈറ്റ് വേണ്ട, നല്ല കുറച്ച് ലൂസിലാണ് വേണ്ടത്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് കുമ്പിൾ കുത്താനുള്ള പ്ലാവില വേണം, ഈർക്കിൾ വേണം, തേങ്ങ വേണം, ശർക്കര വേണം, പിന്നെ കുറച്ച് ഏലക്കായും ജീരകവും കൂടി പൊടിച്ചത് വേണം. ഇനി നമുക്ക് ശർക്കര പാനിയിലേക്ക് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി സോഫ്റ്റ് ആക്കി എടുക്കുക. അതിലേക്ക് ഏലക്കയും ജീരകത്തിൻ്റെയും പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ പ്ലാവിലെടുത്തിട്ട് കുമ്പിൾ കുത്തി കൊടുക്കുക. എന്നിട്ട് ആ കുമ്പിളിൽ നമ്മൾ ആദ്യം മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ തേങ്ങ ശർക്കര ചേർത്ത് വെച്ചതുണ്ടല്ലോ ആ ഫില്ലും കൂടി നിറച്ച് കൊടുക്കുക. ഓരോന്നും നിറച്ചതിന് ശേഷം നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇത് ദക്ഷിമോന് ഇഷ്ടമാണ്. ദക്ഷിമോന് ഞാൻ ഇലയടയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവന് ഇഷ്ടമായിരുന്നു. അപ്പം ഇതും അവന് ഇഷ്ടമാവില്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ്. എന്തായാലും അവന് ഇഷ്ടപ്പെട്ട് അവൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അവൻ ചോറുണ്ടില്ലായിരുന്നു. ചോറുണ്ടാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ വേഗം അതിന് ചോറിൻ്റെ കഴിഞ്ഞതിന് ശേഷം വേഗം ഉണ്ടാക്കി കൊടുത്തായിരുന്നു. കഴിക്കണേന്ന് വിചാരിച്ചിട്ട് ഓരോ സാധനം ഉണ്ടാക്കി കൊടുക്കുക. ഭാഗ്യത്തിന് അവൻ നന്നായിട്ട് കഴിച്ചു, അവന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ആവി വന്ന് ആ പ്ലാവിലയുടെ ഒക്കെ കുറച്ച് കളറ് മാറി വരണം. അതിൻ്റെ ആ സ്മെല്ലും കൂടി ആ ഒരു കുമ്പിളപ്പത്തിലേക്ക് അങ്ങ് വരണം. കണ്ടോ, നല്ല ടേസ്റ്റുള്ള കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ. നമ്മൾ ഇതാ ദക്ഷൂട്ടന് കൊടുത്തിട്ടുണ്ട്. അവൻ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പഴയ ആളുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെയ്ത് നോക്കാമല്ലോ. ബൈ ബൈ.